ഈ ഗുളിക കാലത്തൊന്ന്, ഉച്ചയ്ക്കൊന്ന്, രാത്രി ഒന്ന്, ഭക്ഷണത്തിന് ശേഷം. ഈ മരുന്ന് കാലത്ത് വെറും വയറ്റിൽ. ഒരാഴ്ച കഴിഞ്ഞ് വരും. വാട്ട് ഈസ് സർപ്രൈസ്? അരമണിക്കൂറായി ഞാൻ പുറത്ത്. അകത്ത് വരായിരുന്നില്ലേ? അകത്ത് കയറാൻ പെർമിഷൻ ഉണ്ടോന്ന് അറിയില്ലല്ലോ. വരൂ, അകത്ത് വരൂ. ഇനി പേഷ്യൻസ് വരില്ല. ശ്രീദേവി, ഒരു ചായ കൂടി. Sorry for the disturbance. Hello. കയറാൻ. ഒരു പെൺകുട്ടിയുടെ തല അകത്ത് കണ്ടപ്പോഴേക്ക് സംശയം, അസൂയ. ചീപ്പ് നാടകങ്ങൾ എന്റെ അടുത്ത് വേണ്ട. കയറ. ആരാ ഈ ഭാഗ്യവാൻ കളക്ടർ? ആവോ, എനിക്കറിഞ്ഞൂടാ. ഓ, എന്നെ വിസ്തരിക്കുകയാണോ? കഥകൾ ഞാനും കേൾക്കുന്നുണ്ട്. പഠിപ്പിക്കാൻ പോകുന്നു, രക്ഷിക്കാൻ പോകുന്നു. ഇളയതിന്റെ മാളെ അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് അല്ലേ? അതാണ് ഉദ്ദേശം. മകളെ മാത്രമായിട്ടല്ല, കുടുംബത്തെ മുഴുവൻ സഹായിക്കേണ്ടത് ഒരു ബാധ്യതയാണ്. കഴിയുമോ എന്തോ. അപ്പോൾ കേട്ടതൊക്കെ ശരി തന്നെ. എന്ത് കേൾക്കാൻ? അത് ഒരു വലിയ കടം വീട്ടലിന്റെ ഭാഗമാണെന്ന് കരുതിക്കോളൂ. എല്ലാ കടങ്ങളും വീട്ടിൽ തീരുമ്പോ ജീവിതത്തിന്റെ ബാലൻസ് ഷീറ്റിൽ ബാക്കി പൂജ്യം. എന്നെ അതിലേതോ ഒരു അക്കമായിട്ടാവും കാണുന്നത് അല്ലേ? നോക്ക്, വലിയ സാമ്രാജ്യമൊന്നും എനിക്ക് വെട്ടിപ്പിടിക്കാനാവില്ല. ആഗ്രഹവുമില്ല. ചെറിയ ലോകങ്ങൾ, എളിയ മോഹങ്ങൾ. അതിന് പറ്റിയാൽ ആദ്യം ഒരു കുട്ടി. നിനക്കിപ്പോ മനസ്സിലാവില്ല. മനസ്സിൽ കവിതയും വലിയ മോഹങ്ങളുമുള്ളൊരു പയ്യൻ ഈ പുഴയുടെ തീരങ്ങളിൽ കളിച്ചാടുന്നു കുറെ മുൻപ്. എനിക്ക് കഥ കേൾക്കണ്ട. കേൾക്കണം. ഇത് കഥയല്ല, പച്ചയായ ജീവിതം. ഇളയതിന്റെ മകൻ ഉണ്ണികൃഷ്ണൻ. അവൻ അസ്തമയം നോക്കി നിന്ന് മനസ്സിൽ കവിത കുറിച്ചിട്ടു. വിട്ടുമാറാതെ കൂടെ നടന്ന അനിയത്തിക്കുട്ടിയോട് ഭാവിയെപ്പറ്റി സംസാരിച്ചു. അവളും കുരുന്നു മനസ്സിൽ ചെറിയ കൊട്ടാരങ്ങൾ പണിതു. അവൻ മരിച്ചു. അനിയത്തിക്കുട്ടിയെ കയ്യിലേൽപ്പിച്ചോ മരിക്കും മുമ്പ്? Don't ask me details. അതുപോട്ടെ, ആരേ കളക്ടർ? അറിഞ്ഞിട്ടെന്ത് വിശേഷം? ഈ ബാധ്യത ഒഴിഞ്ഞു കിട്ടിയെന്ന സന്തോഷമല്ലേ മനസ്സിൽ? എന്റെ ധർമ്മസങ്കടം
നിനക്കറിയില്ല ഭാനു. എന്തൊക്കെയോ പറയുന്നു കേട്ടു. ചോദിച്ചപ്പോ ശാരദേച്ചിക്ക് ഒന്നും അറിയില്ല. ഏട്ടത്തെയും എന്നോട് യുദ്ധം പ്രഖ്യാപിച്ചോ? ത്രില്ലില്ലാത്ത കല്യാണക്കാര്യമെന്ന് പറഞ്ഞല്ലോ ഒരാങ്ങള. ത്രില്ലുണ്ടാക്കാം, ഡോണ്ട് വറി. വല്യേട്ടനോട് പറയൂ. സമയം വരട്ടെ. പറഞ്ഞില്ലേ, ചില ബാധ്യതകൾ തീർത്ത്. ഹലോ, ഞാൻ നടന്നോളാം. ഇനി ഇതിനാവും അച്ഛന്റെ പടപ്പുറപ്പാട്. ഞാൻ അവിടെ വിട്ടുതരാം. അംഗം കുറിച്ചിട്ടൊന്നുമില്ലല്ലോ ആങ്ങളമാരെ. ഒളിച്ചും പതുങ്ങിയും കാണുന്നു എന്ന് അപഖ്യാതിയും വേണ്ട. കയറ്.